AK ബാലൻ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം ഭരിക്കുമെന്ന്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു ലീഗ് ഭരിക്കും എന്ന്. നിങ്ങൾ എന്ത് പറയുന്നു? ഓക്കെ, അല്ല, അതിനു മുമ്പ് എന്നെ ഒരു സ്വതന്ത്ര സുന്നി രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലക്കാണ് മാതൃഭൂമിയിൽ നിന്ന് വിളിച്ചത് എന്നും ആ നിലക്കാണ് ഇവിടെ ടൈറ്റിൽ കൊടുത്തത് എന്നും ഞാൻ ശ്രീ KP നൗഷാദ് അലിയെ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതിൻ്റെ ഒരു കാര്യം ആദ്യം സൂചിപ്പിക്കുകയാണ്. വെള്ളാപ്പള്ളി എന്നും ഇതുപോലെയുള്ള വിദ്വേഷ പ്രസ്താവനകൾ നടത്തിയിരുന്നെങ്കിൽ എന്നൊരാഗ്രഹം VD സതീശൻ പ്രസ്താവിച്ചു. ആ പ്രസ്താവനയിൽ നിന്ന് തന്നെ എങ്ങനെയാണ് കോൺഗ്രസ് വരുന്ന ഇലക്ഷനെ നേരിടാൻ പോകുന്നത് എന്നത് വ്യക്തമാണ്. കനഗോലവും ഐപാക്കും ഒക്കെ രാജ്യത്തിന്റെ പല ഭാഗത്തും ഉപയോഗിച്ച സ്ട്രാറ്റജിയും ഈ ധ്രുവീകരണത്തിലൂടെ വളരെ എളുപ്പം. അല്ല, എന്റെ സമയം ഞാൻ നിങ്ങൾ സംസാരിക്കുമ്പോ കേട്ടല്ലോ, എന്റെ സമയം കഴിഞ്ഞ് ഇടപെടാം. ധ്രുവീകരണത്തിലൂടെ എങ്ങനെയാണ് അധികാരം പിടിച്ചെടുക്കുക എന്ന സ്ട്രാറ്റജിയാണ് കോൺഗ്രസ് പരീക്ഷിക്കുന്നത്. ഒരു മിനിറ്റ്, ഞാൻ എന്റെ സംസാരം കഴിഞ്ഞ് നിങ്ങൾക്ക് സംസാരിക്കാം. ഞാൻ നിങ്ങളെ ക്ഷമയോടെ കേട്ടല്ലോ. ഇപ്പോ കഴിഞ്ഞ നിലമ്പൂർ ഇത് സംസാരിക്കുമ്പോ സാജൻ സക്രിയക്കെതിരെ എന്ത് തന്നെയായാലും സാജൻ സക്രിയ കേരളത്തിൽ ഉണ്ടാക്കിയ വർഗീയ വിദ്വേഷ പ്രചരണങ്ങളുടെ 7 അയലത്ത് വെള്ളാപ്പള്ളി ഇതുവരെ എത്തിയിട്ടില്ല എന്നത് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. ആ സാജൻ സക്രിയക്ക് വേണ്ടി ശക്തമായ പ്രസ്താവനയുമായി രംഗത്ത് വന്ന സാജൻ അറസ്റ്റ് ചെയ്ത് കേരളത്തിലെ മതേതര സമൂഹം മുഴുവൻ സന്തോഷിക്കുമ്പോൾ അറസ്റ്റ് ചെയ്ത ഭരണകൂടത്തിനെതിരെ പ്രസ്താവനയുമായി രംഗത്ത് വന്ന ആളാണ് ഈ VD സതീശൻ. മാത്രമല്ല, നിലമ്പൂർ ഇലക്ഷന്റെ സമയത്ത് അദ്ദേഹം നടത്തിയ പ്രസ്താവന എന്താണ്? ജമാഅത്തെ ഇസ്ലാമിയെ വെളുപ്പിക്കാൻ കേരളത്തിൽ ഇന്നേ വരെ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ നീക്കുപോക്കുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അവരാണ് മറുപടി പറയേണ്ടത്. പക്ഷെ ഒരു രാഷ്ട്രീയ നേതാവും നടത്താത്ത നീചമായ പ്രസ്താവന ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രീയവാദം ഇപ്പോൾ ഇല്ല എന്ന്. എന്നാൽ TK അബ്ദുള്ള മൗലവി എന്ന ജമാഅത്ത് നേതാവിന്റെ പ്രസംഗം നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ സെക്യുലറിസവും നമ്മൾ ഡെമോക്രസിയെ കുറിച്ചും സംസാരിക്കുന്നത് അത് ചില നേതന്ത്രപരമായ അടവുകളാണ്, നമ്മളുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം ഇഖാമത്തുദ്ദീനാണ് എന്ന് പറയുന്ന പ്രസംഗം, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ പ്രസംഗം, ഇതെല്ലാം നിലനിൽക്കെ ഇപ്പോൾ 2014 VD സതീശൻ ഭരണപക്ഷ MLA ആയ സമയത്ത്, രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായ സമയത്ത്, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ സമയത്ത് ഒരു അഫിഡവിറ്റ് സമർപ്പിച്ചിരുന്നു. ശ്രീ നൗഷാദ് അലി അത് അറിഞ്ഞിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയുടെ ഭരണഘടനാ വിരുദ്ധമായ പ്രസ്ഥാനമാണ്, അത് രാജ്യത്തിന്റെ ദേശീയതയ്ക്ക് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് ഉമ്മൻചാണ്ടിയുടെ ഭരണകൂടം അഫിഡവിറ്റ് നൽകിയിട്ടുണ്ട്. അന്ന് 97 പുസ്തകങ്ങളാണ് UDF ഭരണകൂടം പരിശോധിച്ചത്. അതിൽ 19 പുസ്തകമാണെന്നാണ് എൻ്റെ ഓർമ്മ. അപകടകരമായ രൂപത്തിൽ അവർ വിലയിരുത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന സമിതി അംഗം, ദേശീയ സമിതി അംഗം, മീഡിയ വണ്ണിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, IPHന്റെ ഡയറക്ടർ ബോർഡിലെ മെമ്പർമാരിൽ ഒരാൾ അബ്ദുസലാം വാണിയമ്പലം എഴുതിയ ഒരു പുസ്തകമുണ്ട്, അൽ ഇഖ്വാനുൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞുകൊണ്ട്. ഏതാണ് ഇഖ്വാനുൽ മുസ്ലിമീൻ? ബ്രദർഹുഡ്. അറബ് മുസ്ലിം രാഷ്ട്രങ്ങൾ പോലും നിരോധിച്ച ആഗോള തീവ്രവാദ സംഘടന. ആ തീവ്രവാദ സംഘടന അറബ് മേഖലയിൽ നടത്തുന്ന പദ്ധതിയുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്നാണ് സലാം വാണിയമ്പലം ആ പുസ്തകത്തിൽ എഴുതി വെക്കുന്നത്. എന്നാൽ ഞങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് ചില സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമി പറയുമ്പോൾ എന്തിനാണ് VD സതീശൻ വെളുപ്പിക്കാൻ രംഗത്ത് വരുന്നത്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞങ്ങൾ മൗദൂദിയുടെ രാഷ്ട്രീയ പദ്ധതിയിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് എന്ന് കേരളത്തിൽ ഒരു ജമാഅത്ത് നേതാവും പറഞ്ഞിട്ടില്ല. അതിന്റെ ജമാഅത്തിന്റെ തന്തജമന് VD സതീശൻ വരുന്നതിന്റെ താല്പര്യങ്ങൾ വേറെയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്വേഷ ഫാക്ടറിയെ വാടകക്കെടുത്ത് കേരളത്തിൽ ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കാം, വർഗീയമായി ഇവിടുത്തെ സമുദായത്തെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും CPMന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ആരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഞങ്ങൾ പ്രശ്നമുണ്ടോ? അതിൽ പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ പിൻവലിക്കുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല. എന്റെ പ്രശ്നമാണ്. എനിക്ക് ആ വാക്ക് വ്യക്തമായില്ല. പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ പിൻവലിക്കുന്നു. അല്ലല്ല, നിങ്ങൾ പിന്നെ ഇത് ആങ്കർ ചെയ്യേണ്ട കാര്യം എന്താ? അല്ലല്ല, എന്ത് പിൻവലിക്കാൻ? തന്ത ചമയുക എന്ന ഈ വാദത്തോട് മാധു, ഇത് നിങ്ങൾ അദ്ദേഹം അത് പിൻവലിച്ചു. KP നൗഷാദ് ഞാൻ പറഞ്ഞു എന്റെ പ്രശ്നമാണ്, എനിക്ക് ആ വാക്ക് വ്യക്തമായില്ല. നിങ്ങൾ നിരുത്തരവാദപരമായിട്ട് പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയുടെ അല്ലല്ല, അശ്രദ്ധമായിട്ട് ചർച്ച ഞാൻ പറഞ്ഞല്ലോ എന്റെ പ്രശ്നമാണ്. അല്ലല്ല, നിങ്ങൾ ആ വിഷയം
അല്ല, ഞാനത് ഒന്നും കൂടി വിശദീകരിക്കാം. ശ്രദ്ധയില്ലാതെ ചർച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളിൽ ഒരാൾ പോലും മൗദൂദിയുടെ അപകടകരമായ ഞാനിതൊന്ന് പരിഹരിച്ചോട്ടെ. നിങ്ങൾ എങ്ങനെ വ്യക്തമാകാതിരിക്കുന്നത്? ഒന്നുകൂടി ആവർത്തിക്കാം. അതിൽ പ്രശ്നമുണ്ട്. ശ്രീ ജവാദ് ഒരു മിനിറ്റ്. അദ്ദേഹം അങ്ങനെ വഴങ്ങില്ല. ശ്രീ കെ പി നൗഷാദ് അലി, ആ വാക്ക് എനിക്ക് വ്യക്തമായില്ല. ഞാൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അതെന്റെ പ്രശ്നമാണ്. തീർന്നല്ലോ. ഒരു ചർച്ചയിൽ ഇനി ഇപ്പൊ അതിന് അങ്ങേയറ്റം വരെ 1 മണിക്കൂർ സഹിച്ചു പറ്റില്ല. അദ്ദേഹം അത് പിൻവലിക്കുകയും ചെയ്തു. ശ്രീ ജവാദ്, അങ്ങയുടെ സമയം. അല്ല, ഇത് ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് കൊണ്ട് ആ വിഷയം ഞാൻ ഒന്ന് വിശദീകരിക്കാം. ഓക്കെ, ഇതില് ഞാനതിൽ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയുടെ മൗദൂദിയുടെ അപകടകരമായ രാഷ്ട്രീയ സമീപനങ്ങൾ ഞങ്ങൾക്കില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു നേതാവ് പോലും പറയാത്ത സാഹചര്യത്തിൽ വി.ഡി. സതീശൻ ജമാഅത്തെ ഇസ്ലാമിയുടെ തന്തജമന്യ എന്നൊരു പ്രയോഗമാണ് ഞാൻ നടത്തിയത്. അതിലെന്തെങ്കിലും അനൗചിത്യം ഉണ്ടെങ്കിൽ ഞാനത് പിൻവലിക്കാം. വി.ഡി. സതീശൻ എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ നല്ല കുട്ടിയാണ് എന്ന് വെളുപ്പിക്കാൻ വേണ്ടി രംഗത്ത് വന്നത് നമ്മളെല്ലാം കണ്ടതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമ സ്ഥാപനങ്ങളിൽ ദീർഘകാലം പ്രവർത്തിച്ച ഒരു മാധ്യമ പ്രവർത്തകരുണ്ട്, ശ്രീ പി.ടി. നാസർ. അദ്ദേഹം മുല്ല നാസർ എന്നും അറിയപ്പെടും. അദ്ദേഹം മാധ്യമത്തിൽ പ്രവർത്തിച്ചു, മീഡിയ വണിൽ പ്രവർത്തിച്ചു. അദ്ദേഹം എഴുതിയ ഒരു ലേഖനമുണ്ട്. ആ പുള്ളിപ്പുലിയുടെ പുള്ളി അത്ര എളുപ്പം മായുന്നതാണോ അമീർ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. പുള്ളിപ്പുലിയുടെ പുള്ളി പോലെ പുള്ളിയില്ലെങ്കിൽ പിന്നെ അത് പുള്ളിപ്പുലിയല്ല. പിന്നെ ജമാഅത്തെ ഇസ്ലാമി എന്നൊരു സംഘടന തന്നെ ഇല്ല എന്ന് സമർത്ഥിച്ചുകൊണ്ട് അത് ജനാധിപത്യപരമാകണം എന്ന നിർബന്ധ ബുദ്ധി ഈ സ്ഥാപനത്തിനും എനിക്കും എല്ലാവർക്കും ഉണ്ട്. ഈ ചർച്ചയ്ക്കുമ്പോൾ പ്രത്യേകിച്ചും ഇനി അങ്ങ് പറഞ്ഞ 2 കാര്യങ്ങളിലുള്ള വിയോജിപ്പ് ഞാൻ പ്രകടിപ്പിക്കുകയാണ്. ഷാജിൻ സ്കറിയ ഒരു മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹം ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട്. ഒരു സമുദായത്തിന്റെയും, അദ്ദേഹം പറയുന്നതിനെ ഒന്നിനെയും ഞാൻ ഓൺ ചെയ്യുന്നില്ല, ഒരു സമുദായത്തിന്റെയും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കുത്തക അവകാശപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഷാജിൻ സ്കറിയെ തിരുത്തണമോ എന്നുള്ളത് പൊതുസമൂഹത്തിന്റെ ഓപ്റ്റ് ചെയ്യാനുള്ള അവസരം പൊതുസമൂഹത്തിനുണ്ട് എന്നുള്ളത് കൊണ്ട് പൊതുസമൂഹത്തിന്റെ ബാധ്യതയല്ല. നിയമപരമായ പ്രശ്നമുണ്ടെങ്കിൽ അതിൽ ഇടപെടുന്നുണ്ട്. സർക്കാർ ഇടപെട്ടിട്ടുണ്ട്. ഇടപെടേണ്ടവർ ഇടപെടുകയും ചെയ്യും. അതുപോലെ അല്ല വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി നടേശൻ ഇന്നും പറയുന്നത് താനൊരു സമുദായത്തിലെ ആളാണ് എന്നുള്ളത് കൊണ്ടാണ് എന്നാണ്. ഒരു സാമുദായിക അസ്തിത്വം അവകാശപ്പെട്ടുകൊണ്ട് നടത്തുന്ന പ്രസ്താവനകൾക്ക് സമുദായത്തിൽ മറ്റൊന്നുണ്ട്. ഇനി വി.ഡി. സതീശൻ സമാനമായ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അതായത് പരാജയപ്പെട്ടിട്ടില്ല എന്ന്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭരണത്തിൽ വീഴ്ചയുണ്ടായിട്ടില്ല എന്ന് ഞങ്ങൾ വിലയിരുത്തുന്നു എന്ന് CPM പറഞ്ഞപ്പോൾ അവരങ്ങനെ തന്നെ വിലയിരുത്തണം, അതാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സമാനമായ അർത്ഥത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ ഈ തരത്തിലുള്ള പ്രതികരണങ്ങൾ തുടർന്നാൽ ജനം തിരിച്ചു വിധി എഴുതും എന്നർത്ഥത്തിലാണ് വി.ഡി. സതീശന്റെ ആ പ്രതികരണം ഉണ്ടായത്. അത് അങ്ങേക്ക് അറിയാഴികയല്ല. 2 തവണ ആവർത്തിച്ചതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അല്ലാതെ വെള്ളാപ്പള്ളി നടേശൻ എല്ലാ ദിവസവും ഇത് പറയണം, അങ്ങനെ നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം കലുഷിതമാകണം എന്ന ദുഷ്ടബുദ്ധി അങ്ങ് ആ പ്രസ്താവനയിൽ ആരോപിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങയുടെ രാഷ്ട്രീയം, അങ്ങയുടെ കാഴ്ചപ്പാട് എന്നത് ഞാൻ പറഞ്ഞു പോവുകയും ചെയ്യുന്നു.